ഹായ് ഫ്രണ്ട്സ്, ടൂറിട്ട് പോവാ. ഹീറോയി അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാന്. പ്രിയ അവിടെ നിൽക്ക് എന്നെ റോസി കുർത്തി പറയാൻ തുടങ്ങി. എവിടേക്കാ പ്രിയ ഓടുന്നു? ഒന്നുമില്ലടി. അങ്ങനെ BTS മെമ്പർ ജങ്കുക്ക് ശ്രദ്ധിക്കായിരുന്നു. ജങ്കുക്ക് ഒരു സ്ട്രക്ചർ ശരീരം നോക്കിക്കളയെന്ന് പറഞ്ഞു. ജങ്കുക്ക് ഫോളോ ചെയ്ത് ഹീറോയിനെ. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് കുറച്ച് ഡൗട്ട് വന്നായിരുന്നു. ഹീറോയി പോയായിരുന്നു. നൈറ്റായിരുന്നു. ഒരാൾ വെളിയിൽ വന്നു. അങ്ങനെ ഒരു കുട്ടി വെളിയിൽ വന്നു. അത് ജങ്കുക്കിൻ്റെ ബേബിയാണ്. പുറത്ത് വന്നു. ഹേ ക്യൂട്ട് ബേബി, ആരാ നീ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ജങ്കുക്ക് ഇതെല്ലാം ശ്രദ്ധിച്ചായിരുന്നു. ജങ്കുക്ക് നോക്കിച്ചത് ഇതകത്ത് വെത്തുന്നു. ഒരു ലേഡിയിൽ വരുത്തി അവിടെ കുട്ടിയാരുതാ, നിങ്ങൾ റൂം നമ്പർ 7 റൂമുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയി 7 നമ്പർ റൂമുക്കകത്ത് പോയി. കുട്ടീനെ അവിടെ എത്തിയായിരുന്നു. നിൻ്റെ റൂമാണോ? അങ്ങനെ അകത്ത് പോയിക്കോന്ന് അവർ പറഞ്ഞുകൊണ്ട് കുട്ടീനെ കൊണ്ടുപോയിട്ട് ആക്കി. തെറിയുമ്പോൾ ലോക്ക് ഡോർ ഓപ്പൺ ബന്ധായി. ഹിറോയ്ക്ക് ഷോക്കായി. ജങ്കുക്ക് വന്നു. ജങ്കുക്ക് ബേബീനെ വെളിയിലോട്ട് വന്നു. ജങ്കുക്ക് റൂമിൽ ലോക്ക് ചെയ്തു. ജങ്കുക്ക് ഹീറോയ്ക്ക് ഷോക്കായി. ജങ്കുക്ക് പറയാൻ തുടങ്ങി, എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു പോയി, മാരേജ് കഴിക്കാതെ ജങ്കുക്ക് പ്രപ്പോസ് ചെയ്തു. ഇത് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. പ്രിയ പറയാൻ തുടങ്ങി, ഇല്ല സർ, അത് ഒന്ന് സെറ്റാവട്ടെ സാർ എന്ന് പ്രിയ പറഞ്ഞു. അത് കേട്ട് പ്രിയ പറഞ്ഞു കേട്ട് ഷോക്കായി ജങ്കുക്ക്. എന്താ മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല പറയുന്നതാ? അതെ സർ, എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല സർ. എൻ്റെ ഡാഡ് ആരെ കല്യാണം കഴിക്കും പറഞ്ഞു. ഞാൻ അവരെ തന്നെ കല്യാണം കഴിക്കും. സോ സാർ എന്ന് പറഞ്ഞു ഹീറോയി അവിടെ നിന്ന് പോയി. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ശരി, ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോവാം എന്ന് ഹീറോയി പ്ലാൻ ചെയ്തു. അയ്യോ, ഇവനിക്ക് വേറെ പണിയില്ലേ, എൻ്റെ പുറകിൽ നടക്കുകയാണല്ലോ എന്ന് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നടന്നായിരുന്നു. എല്ലാവരും ഹീറോയ്ക്ക് കാണാം. എവിടെ നോക്കുമ്പോൾ കുറവുണ്ടാകും. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഡാഡി പറഞ്ഞു, മോളെ പ്രിയ എല്ലാ ജോലി കഴിഞ്ഞു. റോസി എന്ത് ഡാഡ്, നമുക്ക് ഇന്ത്യക്ക് പോവാം. അങ്ങനെ ഹീറോ ഇന്ത്യക്ക് പോകുന്ന ഫ്ലൈറ്റ്. ഇത് ജങ്കുക്കിൻ്റെ സെക്രട്ടറി കേട്ടു. ഇവരെന്താ സംസാരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ബാസ് ജങ്കുക്കിനോട് വന്ന് പറഞ്ഞു. എന്താടാ നടന്ന കാര്യം പറഞ്ഞു. ജങ്കു ഷോക്ക്. എന്ത് ടിക്കറ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു? എന്താണെന്ന് മനസ്സിലായില്ല സാർ, എന്തോ ലാംഗ്വേജിൽ എന്തോ പറയാം, എനിക്ക് മനസ്സിലായില്ല. ഫ്ലൈറ്റ് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി സാർ. ശരി, ഓക്കെ, നോക്കിക്കോളാം. അവൾ ഫോളോ ചെയ്ത് എന്ന് ജങ്കുക്ക് പറഞ്ഞു. എങ്ങനെ സാർ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ജങ്കുക്ക് വായിച്ചൊക്കെ തുടങ്ങി. ഇപ്പം എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, വേറെ വഴിയില്ല. ജങ്കുക്ക് ഒരു പ്ലാൻ ചെയ്തു. അങ്ങനെയായിട്ട് ജങ്കുക്ക് ഒരു ആ ഫ്ലൈറ്റിൽ എവരൊക്കെ പോകുന്നു എന്ന് ഫ്ലൈറ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ സർ, ജങ്കുക്ക് അവിടെ പിടിച്ചു. ഇപ്പം എന്താ ചെയ്യുക അറിയില്ല. ഇപ്പം ഇവരറിഞ്ഞു. ജങ്കുക്ക് ഇങ്ങനെ പറഞ്ഞു. ശരി, ഓക്കെ, ഇവരെവിടേക്ക് പോകുന്നത് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് ജങ്കുക്ക് സെക്രട്ടറിനെ അയച്ചു. അതെ, ഫ്ലൈറ്റ് ക്യാൻസൽ. ഹീറോയ്ക്ക് ഷോക്കായി. ഡാഡ്, ഫ്ലൈറ്റ് ക്യാൻസലായോ? അതെ മോളെ, ഫ്ലൈറ്റ് ക്യാൻസലായി. എന്താ അറിയില്ല, ഫ്ലൈറ്റിൽ നിന്ന് പോവില്ല പറഞ്ഞോണ്ട് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് എന്നെ പറഞ്ഞു. അതുകൊണ്ട് വീട്ടിൽ പോയിട്ടിരുന്നു. അങ്ങനെ അർജുൻ വെളിയിൽ വന്നു. എന്തോരം സമാധാനം, കുറച്ച് എൻജോയ് ചെയ്തിട്ട് പോവാം. അർജുനെ പിടിച്ചു. അങ്ങനെ അർജുനെ പിടിച്ച് കുത്തി ജങ്കുക്ക് കേൾക്കാൻ തുടങ്ങി. അതിൽ പറയുന്ന ഇല്ലതിനെ കട്ട് ചെയ്യണം എന്ന്, താഴെയുള്ളത് കട്ട് ചെയ്യണം എന്ന് ജങ്കുക്ക് കേട്ട്. സർ, ഞങ്ങൾ എവിടെയാണ് സർ? ഞാൻ പറഞ്ഞോളാം. അർജുൻ പേടിച്ച് മൊത്തം കാര്യം പറഞ്ഞു. ശരി, സത്യമാണല്ലോ പറഞ്ഞത്? അതെ സാർ, സത്യമാണ് പറഞ്ഞു സാർ, എന്നെ വിട്ടു സാർ. ശരി, നീ എവിടെയൊക്കെ പോകുന്നു, എൻ്റെ പ്ലേസ് എന്ന് നീ പറയണം. അതുമാത്രമല്ല എൻ്റെ ഫോൺ നമ്പർ തരണം. അങ്ങനെ ജങ്കുക്ക് പറഞ്ഞു അവരുടെ ഫോണും എനിക്കെല്ലാ ഫോൺ നമ്പർ വേണം. എല്ലാവരും ഇത് ഫുൾ എഴുതി. ശരി, ഓക്കെ, ഇനിമേലെ നീ വായി തുറന്ന വന്ന് കൊന്നു കളയും എന്ന് ജങ്കുക്ക് മിരട്ടിയായിരുന്നു. ആരെന്ന് അവനക്കറിയില്ല. മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. വോയിസ് മാത്രം ചേഞ്ച് ആക്കിയിട്ട് അനുസരിച്ച് ശരി സോറി എന്ന് പേടിച്ച് അവൻ ഓടിപ്പോയി. ആരെയല്ല, കുറച്ച് ഗുണ്ടസ് കിഡ്നാപ്പ് ചെയ്തു, നിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് അവളിന് കൊന്നു കളയും എന്ന് പറഞ്ഞ് അവൻ പേടിച്ച് മുണ്ടാതിരുന്നു. അങ്ങനെ അത് കുറച്ച് ദിവസമായി. 4 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്തു. തിരിച്ച് അവർ പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പോവാം. അങ്ങനെ ആ ഫ്ലൈറ്റ് ടിക്കറ്റിൽ അവർ പറഞ്ഞു നിങ്ങളിപ്പോൾ പോയിക്കോളാം. അങ്ങനെ അവർ ഇന്ത്യക്ക് എത്തി. അർജുനക്ക് ഭയങ്കര പേടിയായിരുന്നു. ഹീറോയിനെ ഫോളോ ചെയ്താണ് ഹീറോ എവിടെയാണോ ചെയ്യുന്നത് ബേസ് പോകുന്നുണ്ടെങ്കിൽ ഹീറോയ്ക്ക് മാരേജ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മോൻ പറഞ്ഞത് മാരേജ് ആയിരിക്കാം.
ഹീറോയെ കുറിച്ച് ഭയങ്കര പേടി. ഒരു വേള അവർ തിരിച്ച് ഇവിടേക്ക് വരും. റോസി എന്ത് പറ്റി മച്ചി, എനിക്കൊരു പേടിയാവും മച്ചി. ഒരു വേള PTS മെമ്പർ 7 ഇവിടെ വന്നാൽ എന്താടി ചെയ്യുക? അതൊക്കെ ടെൻഷൻ ആക്കണ്ട. ആ ജങ്കുക്ക് മിണ്ടാതിരിക്കലേ. അവരും കുറച്ച് ജസ്റ്റ് എന്നോട് കെയറിങ് ആയിട്ട് സംസാരിച്ചായിരുന്നു. ആ ജങ്കുക്ക് മാത്രം ഒരു മാതിയായിരുന്നു സംസാരിക്കടി. എനിക്ക് പേടിയാടി, ഈ മാരേജ് മുടങ്ങി എന്ത് ചെയ്യടി? നിനക്ക് മാരേജ് ഇഷ്ടമാണോ? ഇല്ലടി, മാരേജ് കഴിച്ച അച്ഛൻ്റെ അച്ഛൻ്റെ ആഗ്രഹത്തിലാണ് മാരേജ് കഴിക്കുന്നത്. അവരെനിക്ക് ആരക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല മച്ചി. ഒരു വേള 7 വരെ കല്യാണം കഴിക്കാൻ പറ്റൂ. അത് ശരിയാ. അതുകൊണ്ടടി ആ അച്ഛൻ ഏത് കല്യാണം എനിക്ക് ചെക്കനെ കാട്ടി ഞാൻ കല്യാണം കഴിക്കും. അതുകൊണ്ടടി പ്രിയ ടെൻഷൻ ആവണ്ട. പ്രിയ റെഡിയായോ? കല്യാണം പെണ്ണ് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നു. ശരി. പ്രിയ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ സമാധാനമായി. ഇനി അവനെൻ്റെ ജീവിതത്തിൽ വരില്ല പറഞ്ഞ് ഹീറോയി കല്യാണ മണ്ഡപത്തിൽ വന്ന് ഇരിക്കാൻ പോവാമെന്നും കല്യാണം നടക്കട്ടെ, ഇങ്ങനെ ആശീർവാദം താലി കെട്ടാൻ പോയി സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കേട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കും. PTS മെമ്പർ 7 പേരുണ്ടായിരുന്നു. ഗൺസ് തൊട്ട് സൗണ്ടെല്ലാം കേട്ടായിരുന്നു. അവർ എല്ലാവരും അവിടെ വന്ന കല്യാണത്തിൽ വന്നവരെല്ലാവരും തെറിച്ച് ഓടിപ്പോയി. ഹീറോയ്ക്ക് ഷാക്ക്. കല്യാണം കഴിക്കുമ്പോൾ ചെക്കൻ്റെ കൈകാലുകളെല്ലാം വിറക്കാൻ വിറക്കുക. എടാ രാജേഷ് എന്താടാ അതില്ല പ്രിയ, താലി കെട്ടാ അതൊന്ന് കണ്ടു. അയ്യോ ഞാൻ കേട്ടില്ലാന്ന്. അവന് പേടിക്കായിരുന്നു. അത് ജങ്കൊക്കെ വന്നു അവൻ്റെ കൈ താഴ്മ. എന്താടാ ചെയ്യുന്നത്? കിടന്ന് പോടാ. പോന്ന ചെക്കനോടത് പോയി. ഹീറോയിൻ്റെ മമ്മി പറഞ്ഞ തന്നെ ഇരിക്കേണ്ട വെച്ച് കല്യാണം ചെക്കനോട് പറയാൻ തുടങ്ങി. വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, എന്ത് വേണ്ട, അത് ഓടിപ്പോയി. അങ്ങനെ ഹീറോയിനെ കണ്ട് തുടങ്ങി. എന്താ ജങ്കുക്ക് കണ്ടുപിടിച്ചോ എന്നെ? ഹീറോയിനെ പ്രേ അടുപ്പിച്ചു. അവിടേക്ക് മയങ്ങി വീണു. ശരി, ഓക്കെ. അങ്ങനെ ഹീറോയിൻ അടുത്ത് വന്നു. ശരി. അങ്ങനെ അവിടുന്ന് കല്യാണം എല്ലാം മുടങ്ങിയത്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഹീറോയിൻ്റെ മമ്മി ജങ്കുക്ക് പറഞ്ഞു ബോഡിഗാർഡോട് ഇവരെ വിളിച്ചോണ്ട് പോകാൻ. ഹീറോയിൻ്റെ മമ്മി വിളിച്ചോണ്ട് വന്നു. എല്ലായിടത്തും മംഗലം മുടങ്ങിയായിരുന്നു. രാത്രി നോക്കും ഹീറോയിൻ ഷോക്കായി. ഞാനിവിടെ ജങ്കുക്ക് അടുത്തിരുന്നു വീട്ടിലെ കയ്യച്ച് നോക്കുമായിരുന്നു. എന്താ നീ എന്താ ചെയ്യാ? ഞാനെന്ത് ചെയ്യുന്നതാ? എന്ത് പറ്റി?